ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് ഖത്തർ വഴി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങളിപ്പോൾ. വൈകുന്നേരം 4 മണിക്കായിരുന്നു ലണ്ടനിൽ നിന്ന് ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ്. ഖത്തർ എയർവേസ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ ഒരു അത്ഭുതകരമായ ഒന്നാണ് വിമാനം. വിമാനത്തിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ, നിശ്ചലമായ ചിറകുകളുള്ളതും യാന്ത്രികോർജ്ജത്താൽ പ്രവർത്തിക്കുന്നതും വായുവിനേക്കാൾ ഭാരം കൂടിയതുമായ ആകാശ നൗകകളെ നമുക്ക് വിമാനമെന്ന് പറയാം. പുരാതന ഇന്ത്യയിലെ ഭോജൻ രചിച്ച സമരാങ്കണ സൂത്രധാരം എന്ന ഗ്രന്ഥത്തിൽ വിമാനത്തിൻ്റെ ഘടന വിശദമാക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ലിയാൻഡോ ഡാവിഞ്ചി പറക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടത്തുകയും പറക്കുന്നതിനുള്ള പലതരത്തിലുള്ള യന്ത്രങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യന് പറക്കാൻ സാധിക്കണമെങ്കിൽ ചിറകടിച്ച് പറക്കുന്ന പക്ഷികളെയല്ല, മറിച്ച് പരുന്തുകളെപ്പോലെ ചിറകടിക്കാതെ തെന്നിത്തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവയെയാണ് അനുകരിക്കേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് വായുവിനേക്കാൾ ഭാരം കൂടിയ ആകാശനൗകകളുടെ ഉത്ഭവം. പറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലങ്ങളും മറ്റും കൃത്യമായി മനസ്സിലാക്കിയ ആദ്യ ശാസ്ത്രജ്ഞൻ സർ ജോർജ് കെയ്ലിയാണ്. എൻജിൻ ഉപയോഗിച്ചതും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതും മനുഷ്യന് പറക്കാൻ സാധിച്ചതുമായ ആദ്യത്തെ വിമാനം നിർമ്മിച്ച് വിജയകരമായി പറത്തിയവരായി റൈറ്റ് സഹോദരന്മാർ അറിയപ്പെടുന്നു. സ്ഥിരവേഗത്തിൽ നേർരേഖയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ 4 ബലങ്ങൾ അനുഭവപ്പെടും. ഉയർത്തൽ ബലം അഥവാ ലിഫ്റ്റ്, വിമാനത്തിന് മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണിത്. ചിറകുകളാണ് മുഖ്യമായും ഉയർത്തൽ ബലം നൽകുന്നത്. വിമാനത്തിൻ്റെ ഭാരത്തിൻ്റെ എതിർബലമാണ് ലിഫ്റ്റ്. ചിറകിന് പുറമെ മറ്റു ഭാഗങ്ങളും ഉയർത്തൽ ബലം നൽകുന്നുണ്ട്. വലിക്കൽ ബലം അഥവാ ഡ്രാഗ്, വിമാനത്തിനെ പിന്നിലേക്ക് വലിക്കുന്ന ബലമാണ് ഡ്രാഗ്. വായുവുമായുള്ള ഘർഷണം മൂലമാണ് വലിക്കൽ ബലം മുഖ്യമായും ഉണ്ടാവുന്നത്. തള്ളൽ ബലം, ത്രസ്റ്റ് എന്ന് പറയും. വിമാനം മുന്നിലേക്ക് നീങ്ങുന്നത് തള്ളൽ ബലം അഥവാ ത്രസ്റ്റ് കൊണ്ടാണ്. എൻജിനുകളാണ് ഇത് നൽകുന്നത്. അവസാനമായി വിമാനത്തിൻ്റെ ഭാരം, വെയ്റ്റ്. വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും കൂടാതെ യാത്രക്കാർ, ചരക്ക് തുടങ്ങിയവയുടെയും ഭാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിമാനത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുക എന്ന മനുഷ്യൻ്റെ ചിന്താഗതിയിൽ നിന്നാണ് ഇതുപോലെയുള്ള ആശയങ്ങളുടെ ഉത്ഭവം.